ആരെങ്കിലും തിരുത്തി എഴുതിയാൻ പുറപ്പെട്ടാൽ ഇല്ലാതാകുന്നതല്ല ബഹുസ്വര ഇന്ത്യയുടെ മഹത്തായ ചരിത്രവും അന്തസ്സാർന്ന പാരമ്പര്യവും. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ആദ്യത്തെ നിയമസംഹിതയാണ് അതിന്റെ ഭരണഘടന. ഇന്ത്യൻ ജനാധിപത്യം ഏറ്റവും ശ്രേഷ്ഠമായ നിലയിലേക്ക് ഉയരുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ പിൻബലത്തിലാണ്. അതുകൊണ്ടാണ് ഭരണഘടനയെ രാഷ്ട്രത്തിന്റെ നട്ടെല്ല് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന 4 അമൂല്യരത്നങ്ങളെക്കുറിച്ച് ഈ റിപ്പബ്ലിക് ദിനത്തിൽ നാം വീണ്ടും വീണ്ടും അഭിമാനത്തോടെ ഓർക്കേണ്ടതുണ്ട്. കൂടുതൽ ശക്തമായി ഉയർത്തിപ്പിടിക്കേണ്ട കാലഘട്ടമാണിത്. 7.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ഭരണഘടനയെ സംരക്ഷിച്ചു നിർത്തേണ്ടത് ഓരോ പൌരന്റെയും കടമയായി മാറിയിരിക്കുന്നു. ഇന്ത്യയെ ഇന്ത്യയായി നിലനിർത്തുന്ന പ്രധാന ഘടകമാണ് നമ്മുടെ ഭരണഘടന. സംസ്ഥാനത്തിന്റെ ഫെഡറൽ അധികാരം ഇല്ലാതാക്കാൻ നീക്കം നടത്തുകയാണോ കേന്ദ്രം? റിപ്പബ്ലിക് ദിന ചടങ്ങുകളിൽ മന്ത്രിമാർ ആഞ്ഞടിച്ചത് കേന്ദ്രത്തിനെതിരെയല്ലാതെ പിന്നെന്താണ്? ഭരണഘടന വെല്ലുവിളി നേരിടുന്നു. ഫെഡറൽ സംവിധാനം ഇല്ലാതാക്കാൻ നീക്കം നടക്കുന്നു. ജില്ലകളിൽ നടന്ന റിപ്പബ്ലിക് ദിന ചടങ്ങിൽ കൃത്യമായ രാഷ്ട്രീയം പറയുകയായിരുന്നു സംസ്ഥാനത്തെ മന്ത്രിമാർ. ഗവർണർ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തിയപ്പോൾ ജില്ലകളിലെ വേദികളിൽ പരസ്യമായ കേന്ദ്ര വിമർശനം നടത്തി മന്ത്രിമാർ. ഡൽഹിയിൽ കേന്ദ്രവിരുദ്ധ സമരത്തിന് സർക്കാർ ഒരുങ്ങുന്നതിനിടെയാണ് റിപ്പബ്ലിക് ദിന ചടങ്ങിലെ ഈ ആഞ്ഞടിക്കൽ. കേന്ദ്ര സംസ്ഥാന തർക്കം തുറന്ന പോരിലേക്ക് കടക്കുകയാണോ? ഫെഡറൽ സംവിധാനം തകർക്കപ്പെടുന്നുണ്ടോ? പരിശോധിക്കുന്നു ഗൾഫ് 18. സ്വാഗതം. ഇൻകാസിന്റെ ജനറൽ സെക്രട്ടറി കോൺഗ്രസ് അനുഭാവി ശ്രീ മുഹമ്മദ് ജാബിർ, ഇടത് അനുഭാവി ഷമീർ TP, BJP അനുഭാവി രമേശ് മാണിക്കോത്ത് എന്നിവർ ചേരുന്നു ഗൾഫ് 18-നൊപ്പം. 3 പേർക്കും പാനലിലേക്ക് സ്വാഗതം. ആദ്യം TP ഷമീർ, ഭരണഘടന വെല്ലുവിളി നേരിടുന്നു. ഫെഡറൽ സംവിധാനം ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു. ഇന്ന് മന്ത്രിമാർ പറഞ്ഞത് പരോക്ഷമായിട്ടുള്ള കേന്ദ്ര വിമർശനമാണോ? സമരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ തുറന്നടിക്കാൻ ആരംഭിച്ചിരിക്കുകയാണോ സംസ്ഥാനം? അപർണ, കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് ഇന്ന് മന്ത്രിമാർ ഉപയോഗിച്ച വാക്കുകളോട് പൂർണ്ണമായും ഐക്യപ്പെടുന്ന ഒരു മനോനിലയായിരിക്കും എന്നുള്ളതിൽ എനിക്ക് ആത്മവിശ്വാസമുണ്ട്. കാരണം തങ്ങളോട് രാഷ്ട്രീയപരമായി കീഴ്പ്പെടാൻ ഒരുങ്ങാത്ത, അതല്ലെങ്കിൽ പണമോ മറ്റു സ്വാധീനങ്ങളോ ഉപയോഗിച്ച് കീഴ്പ്പെടാൻ തയ്യാറാവാത്ത സംസ്ഥാന സർക്കാരുകളോട് കേന്ദ്രത്തിന്റെ അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ട്, അതല്ലെങ്കിൽ മറ്റു അപ്രഖ്യാപിതമായ സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാനത്തോട്, കേരളം പോലെയുള്ള സംസ്ഥാന സർക്കാരുകളോട് കേന്ദ്ര സർക്കാർ പുലർത്തുന്ന സമീപനം പകൽ പോലെ വ്യക്തമാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിന്റെ ഗവർണർ സംസ്ഥാനത്തോട് കാണിക്കുന്ന ഒരു സമീപനമുണ്ട്. അത് സത്യത്തിൽ ഒരു തുറന്ന പുസ്തകം പോലെ, ഒരു കണ്ണാടി പോലെ നമുക്ക് മുമ്പിൽ തെളിഞ്ഞിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ എന്താണ് സംസ്ഥാന സർക്കാരിനോട് കാണിക്കുന്ന സമീപനം എന്നത്. തീർച്ചയായും ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഭരണഘടനയോടോ ഇന്ത്യയുടെ റിപ്പബ്ലിക്കൻ മൂല്യങ്ങളോടോ യാതൊരു പ്രതിബദ്ധതയുമില്ലാത്ത ഒരു കേന്ദ്ര സർക്കാർ, അവരുടെ ഇന്ന് യാദൃച്ഛികമാണോ എന്നറിയില്ല, അപർണ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇന്ന് ജാർഖണ്ഡിലെ ഒരു കോടതി ഒരു നിയമം, അതല്ലെങ്കിൽ അവർക്ക് മുമ്പിൽ വന്ന ഒരു കേസിനോട് അവർ പ്രതികരിച്ചത് മനുസ്മൃതി ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് വ്യക്തമാണ്. റിപ്പബ്ലിക്കിനോടോ ഭരണഘടനയോടോ യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത കേന്ദ്ര സർക്കാർ ഇന്ത്യയുടെ ഫെഡറൽ തത്വങ്ങളെ പൂർണ്ണമായും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാരുകളെ സമീപിക്കുന്നത്. പക്ഷേ കേരളം എന്ന സംസ്ഥാനം ഇത് ശക്തമായി ജനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധിക്കും എന്നതിന്റെ കാഹളം തന്നെയാണ് ഫെബ്രുവരി 8-ന് നടക്കാൻ പോകുന്ന സമരത്തിലൂടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലൂടെ കേരളം ഈ രാജ്യത്തോട് പ്രഖ്യാപിക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് പരസ്യമായിട്ട് അതൊരു രാഷ്ട്രീയ നീക്കം കൂടിയാണല്ലോ. അവിടെ ചെല്ലുന്നു, സമരം നടത്തുന്നു, അത് നേരത്തെ പ്രഖ്യാപിച്ച കാര്യമാണ്. അതിനു മുൻപ് തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങി നിന്ന് ഈ രീതിയിലുള്ള ചടങ്ങുകളിൽ തന്നെ തുറന്നു പറയുക, ആ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ നീക്കം മന്ത്രിമാർ നേരിട്ട് നടത്തുകയാണോ എന്നുള്ള ചോദ്യം കൂടെ ബാക്കിയാകുന്നുണ്ട് ഷമീർ.
അപർണ, തീർച്ചയായും ജനങ്ങളോട് സംവദിക്കണം. ഇതൊരു തുറന്ന യുദ്ധത്തിന്റെ പോരാട്ടമാണ്. കാരണം ഇന്ത്യയുടെ അടിസ്ഥാന തത്വങ്ങളെ, റിപ്പബ്ലിക്കൻ മൂല്യങ്ങളെ, ഭരണഘടനയൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു സമയമാണ്. ഇനി ഇതാ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. നമുക്ക് മുമ്പിൽ ഡു ഓർ ഡൈ എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ്. ഈ സന്ദർഭത്തിൽ ജനങ്ങളോട് തുറന്നു പറയാതെ നമുക്ക് മുമ്പിൽ മറ്റെന്താണ് പോകും വഴി? ഓക്കെ, ഞാൻ തിരികെ എത്താം. മുഹമ്മദ് ജാബിർ, കേന്ദ്രത്തിനെതിരെ സമരം നടത്താൻ ഒരുമിച്ച് നിന്നില്ലെങ്കിലും ഈ വിഷയങ്ങളൊക്കെ പ്രതിപക്ഷം, കോൺഗ്രസ് അനുകൂലിക്കുന്ന കാര്യമല്ലേ? ഇന്ന് മന്ത്രിമാർ നടത്തിയ പ്രസ്താവനയെ പോലും ആ ഒരു നിലപാടിൽ ഏത് രീതിയിൽ നിങ്ങൾ കാണുന്നു? ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം, അതല്ലെങ്കിൽ മതേതരത്വം, ഫെഡറലിസം എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വെറും കെട്ടുകാഴ്ച മാത്രമാണ്. കാരണം ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും അതുപോലെ തന്നെ ഫെഡറൽ സംവിധാനങ്ങളൊക്കെ തകർത്തുകൊണ്ട് ഒരു ഏകാധിപത്യം, അതല്ലെങ്കിൽ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ബിജെപി വളരെ കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ്. പക്ഷെ അത് കേരളത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിന്റെ ഇടതുപക്ഷ ഗവൺമെന്റ് അതിനെ എങ്ങനെ നേരിടുന്നു എന്നുള്ളത് മറ്റൊരു രാഷ്ട്രീയ വിഷയം കൂടിയാണ്. കാരണം ഇവര് സത്യത്തിൽ ചെറിയ കുട്ടികളെ പോലെ എന്നെ പിച്ചി, എന്നെ ഒണ്ടി എന്ന് പറയുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കാത്ത ഗവർണർ, ഗവർണറുടെ മുഖത്ത് നോക്കാത്ത മുഖ്യമന്ത്രി തിരിഞ്ഞടക്കുന്നു, ഗവർണർ അത്താഴ വിരുന്നിൽ പങ്കെടുക്കാതിരിക്കുന്നു. കാരണം ഇതിന്റെ ആ ഒരു ഗ്രാവിറ്റിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാതെ ചെറിയ കുട്ടികളെ പോലെ ഇവർ മനുഷ്യരെ അപഹസിക്കുകയാണ്. കേരളത്തിലെ 3 കോടി ജനങ്ങളെ അപഹസിക്കുകയാണ്. കാരണം കേരള നിയമസഭയുടെ ഒരു നയപ്രഖ്യാപന പ്രസംഗം എന്ന് പറയുന്നത് ഈ ബഡ്ജറ്റിന് മുമ്പുള്ള സർക്കാരിന്റെ ഒരു വർഷത്തെ ഒരു വിഷനാണ്. ആ വിഷൻ ഗവർണർ വന്ന് കേരളത്തിലെ മൊത്തം 3 കോടി ജനങ്ങളെ കൊഞ്ഞനം കുത്തി 1.25 മിനിറ്റ് അവിടെ നിന്ന് പ്രസംഗിച്ച് ഇറങ്ങി പോകുമ്പോൾ തന്നെ ആ ഗവർണർക്കെതിരെ ഒരു അക്ഷരം മിണ്ടാൻ സത്യത്തിൽ സർക്കാരിന് സാധിക്കുന്നില്ല. ഏതെങ്കിലും ഒരു മൈതാനത്ത് നിന്ന് SFIക്കാരെ കൊണ്ട് ഗവർണർക്കെതിരെ സംസാരിപ്പിച്ചതിനെ കൊണ്ടൊന്നും കാര്യമില്ല. കാരണം ഇവർ പരസ്പര പൂരകങ്ങളായിട്ട് പരസ്പരം എന്താ പറയാ പേടിച്ചും അതുപോലെ തന്നെ പരസ്പരം സഹായിച്ചും ജനങ്ങളുടെ മുന്നിൽ മറ്റൊരു പുകമറയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഫെഡറൽ സംവിധാനം ശ്രീ മുഹമ്മദ് ജാബിർ, കേന്ദ്രത്തിനെതിരെ ഒരു സമരം നടത്താൻ തന്നെ ഒരുങ്ങുകയാണല്ലോ സംസ്ഥാനം. അതായത് ഒരു മുഴമല്ല 2 മുഴം മുന്നിലേക്ക് കടന്നുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുന്നുണ്ടല്ലോ. അതിന്റെ ഗ്രാവിറ്റി കൂടുതലല്ലേ എന്നാണ് ഞാൻ നേരത്തെ ഷമീറിനോട് ചോദിച്ചത്. അപ്പോൾ ഒരു പക്ഷേ സംസ്ഥാനത്തിന് പ്രകടമാക്കാൻ കഴിയുന്ന പ്രതിഷേധത്തിന്റെ തോത് തന്നെ ഇതിനപ്പുറം പിന്നെന്താണ്? കേന്ദ്രത്തിനെതിരെ ഒരു സമരം എന്ന് പറഞ്ഞാൽ ഇത് ആദ്യമായിട്ടാണോ? ഒരു പ്രതിപക്ഷ പാർട്ടി കേന്ദ്രത്തിനെതിരെ സമരം നടക്കുന്ന ഒരു പുതിയ കാര്യമാണോ? നിങ്ങൾ ഏത് രീതിയിലാണ് ഈ സമരത്തിനെ കാണുന്നത്? കേന്ദ്രത്തിനെതിരെ സമരം സത്യത്തിൽ പറഞ്ഞാൽ എന്നോ നടത്തേണ്ട സമരങ്ങളിൽ ഒന്നും തന്നെ CPM അല്ലെങ്കിൽ ഇടതുമുന്നണിയോ എന്തോ കാരണത്താൽ അതിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു ഇത്രയും കാലം. സാധാരണഗതിയിൽ കേന്ദ്ര ഗവൺമെന്റ് അവഗണനക്കെതിരെ, കേന്ദ്ര ഗവൺമെന്റ് നയങ്ങൾക്കെതിരെ 1000 സമരങ്ങൾ, പ്രത്യേകിച്ച് സമരോന്മുഖമായ സമരോജ്ജല പാരമ്പര്യമുള്ള DYFI ഒക്കെ അവരെ വീട്ടിൽ കയറി ഒളിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് വർഷം എത്രയായി. എന്നിട്ട് ഇപ്പോഴാണ് കേന്ദ്ര സമരത്തെ കുറിച്ച് നിങ്ങൾ പറയുന്നത്. ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ്. കാരണം കേന്ദ്രത്തിനെതിരെ സമരം നടത്തിയാൽ പിറ്റേന്ന് പിണറായി വിജയന്റെ വീട്ടിൽ ED എത്തുമെന്നുള്ള കാര്യം കൃത്യമായിട്ട് CPM-ന് അറിയാം, അതല്ലെങ്കിൽ DYFIക്ക് അറിയാം, കേരളത്തിലെ ഭരണകൂടത്തിന് അറിയാം. കേന്ദ്രത്തിനെതിരെ ഒരു അക്ഷരം മിണ്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പിണറായി വിജയൻ അടക്കം പ്രതിസന്ധിയിലാവും, പ്രതിരോധത്തിലാവും എന്ന് പറയുന്നത്. പ്രസ്താവന ആ ഒരു വില മാത്രമേ കൊടുക്കുന്നുള്ളൂ പ്രതിപക്ഷം. അത് ചില ഗിമ്മിക്കുകൾക്ക് അപ്പുറത്തേക്ക് ഒന്നുമല്ല എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും അത് തന്നെയാണ്. എന്താണ് സംശയം അക്കാര്യത്തിലുള്ളത്? കാരണം ഇപ്പൊ കേന്ദ്ര വിഹിതത്തിനെതിരെ പറയുന്നു, അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ അവഗണനക്കെതിരെ പറയുന്നു. ഇവിടെ ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുന്നു, ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും മുടങ്ങിക്കിടക്കുന്നു. വിദ്യാർത്ഥികളോട് 10 രൂപ വാങ്ങിക്കേണ്ട ഗതികേടിലേക്ക് സർക്കാർ നീങ്ങുന്നു. എന്നിട്ടും ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറു വിരൽ അനക്കാൻ ഈ നിമിഷം വരെ സാധിച്ചിട്ടില്ല. പുറത്തു വന്ന് വെറുതെ വാചോടാപം നടത്താമെന്നല്ലാതെ വേറെ എന്താണ് കേന്ദ്ര സർക്കാരിനെതിരായിട്ട് കേരള ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്? വല്ലതും പറയാൻ സാധിക്കുമോ ഇവർക്ക്? ജനങ്ങളുടെ മുന്നിൽ വന്ന് വെറുതെ ഭംഗിയായിട്ട് പ്രസംഗിച്ചിട്ട് പോയതിനെ കൊണ്ട് കാര്യമില്ല. എത്ര തവണ നിവേദന സംഘങ്ങളായിട്ട്, അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത്, അല്ലെങ്കിൽ കേന്ദ്ര ഭരണകൂടത്തിനെതിരായിട്ട് കേരള സർക്കാരിന്റെ ഏത് തരത്തിലുള്ള റെപ്രസെന്റേഷനാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്? ഏത് തരത്തിലുള്ള മുഹമ്മദ് ജാബിർ, ഒറ്റ ചോദ്യം കൂടി. അതായത് ഫെഡറൽ സംവിധാനം തകർക്കുന്നുണ്ട്, അത് കേന്ദ്രത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ പറഞ്ഞതാണെന്ന് വ്യാഖ്യാനിച്ചാൽ ആ ഒരു വിമർശനത്തോടൊപ്പം നിൽക്കുന്നുണ്ട് പ്രതിപക്ഷം. തീർച്ചയായിട്ടും അതിനകത്ത് ആ ഒരു കാര്യത്തിൽ ഞാൻ യോജിക്കുന്നുണ്ട്. ഫെഡറൽ സംവിധാനം, അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഫെഡറൽ സംവിധാനം എന്നുള്ളതല്ല. ഇന്ത്യയുടെ വ്യവസ്ഥാപിതമായിട്ടുള്ള എല്ലാ മൂല്യങ്ങളും എല്ലാ സംവിധാനങ്ങൾക്കും എതിരാണ് ഈ പറയുന്ന സംഘപരിവാർ ശക്തികൾ. അത് ഫെഡറൽ സംവിധാനം വളരെയേറെ ദീർഘവീക്ഷണമുള്ള നമ്മുടെ പൂർവ്വസൂരികളായിട്ടുള്ള നമ്മുടെ രാഷ്ട്ര നേതാക്കന്മാർ ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണ് ഈ ഫെഡറൽ സംവിധാനം. എന്തുകൊണ്ടാ ഈ പറയുന്ന നാട്ടുരാജ്യങ്ങൾ പോലെ ഓരോ സംസ്ഥാനങ്ങളായിട്ട് പിരിഞ്ഞു പോകാതിരിക്കാൻ, അവരുടേതായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാതിരിക്കാൻ,
ഒരു 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 കൺകറന്റ് ലിസ്റ്റിൽപ്പെടുത്തിയ ചില കാര്യങ്ങൾ, സംസ്ഥാനത്തിന്റെ അധികാരത്തിൽപ്പെടുത്തിയ ചില കാര്യങ്ങൾ, അതാണ് നമ്മൾ ഈ ഫെഡറലിസം അല്ലെങ്കിൽ ഫെഡറൽ സംവിധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മുഴുവൻ തച്ച് തകർത്ത് കാറ്റിൽ പറത്തി മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ്. അത് ആ ഒരു കാര്യത്തിൽ പൂർണ്ണ മനസ്സോടുകൂടി യോജിക്കുന്നു. ജനാധിപത്യം അടക്കം ഞാൻ തിരികെ എത്താം. ശ്രീ മുഹമ്മദ് ജാബർ. രമേശ് വാടിക്കോത്ത്, കേന്ദ്രത്തിനെതിരെ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു വിമർശനം മന്ത്രിമാർ ഉന്നയിക്കേണ്ട സാധ്യതയില്ലല്ലോ ഇപ്പോൾ? ഇവിടെ ഫെഡറലിസം തകർക്കുന്നു, ഇതാണല്ലോ ചർച്ച. ഇതില് CPM പ്രതിനിധി ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിപ്പബ്ലിക്കിനെ കുറിച്ചും രാജ്യസ്നേഹത്തെ കുറിച്ചും ഒക്കെ വാചാലമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല, എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് 40 വർഷം 30 വർഷം മുന്നേ സ്വാതന്ത്ര്യ ദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും ചെരുപ്പ് തൂക്കിയവരാണ് ഇവര്. ദേശീയ പതാകയല്ല ഇവർ കെട്ടാറ്. ഇവര് പഴയ ചെരുപ്പ് തൂക്കിയിട്ട് അവിടെ ഇവിടെയും റോഡ് സൈഡിൽ ഇവർ കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് അവരാണ് ഇപ്പൊ ഫെഡറലിസത്തെയും റിപ്പബ്ലിക്കിനെ കുറിച്ചും പറയുന്നത്. അതേപോലെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞു ഇവിടെ എല്ലാം തകർത്തിരിക്കുകയാണ്. ആരാ തകർത്തത്? അടിയന്തരാവസ്ഥയിൽ മുഴുവൻ ആളെയും പിടിച്ച് ജയിലിലിട്ട ആൾക്കാരാണ് ഇപ്പം വന്നിട്ട് ഇവിടെ വന്നിട്ട് കരയുന്നത്. അതവിടെ നിൽക്കട്ടെ, അതിലേക്ക് പോകണ്ട, അതേപോലെ സമയമില്ലല്ലോ നമുക്ക്. ഇപ്പോ ഇവിടെ ഉണ്ടായ പ്രശ്നം എന്താണ്? ഇവിടെ കേരളത്തിൽ ചീഫ് മിനിസ്റ്ററും പിണറായി വിജയനും അതേപോലെ തന്നെ ഗവർണറും തമ്മിലുള്ള പ്രശ്നം എന്താണ്? അദ്ദേഹം കാലിക്കറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ നിയമനത്തിന് അദ്ദേഹം അങ്ങോട്ട് പോയി റെക്കമെൻഡ് ചെയ്തു. എന്റെ നാട്ടുകാരനാണ്, കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് കേട്ടു. പിന്നീട് രാജേഷിന്റെ വൈഫിനെ കൊണ്ടുവന്ന് 1 by 1 ആയിട്ട് ആൾക്കാരെ തിരികെ കയറ്റാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം പറ്റൂല എന്ന് പറഞ്ഞു. അവിടുന്നാണ് ഇവർ തുടങ്ങുന്നത് പ്രശ്നങ്ങൾ. അപ്പോ രാജേഷിന്റെ ഭാര്യ അത് തിരുത്തണം കേട്ടോ. അത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, വസ്തുതാപരമല്ല. അത് അവതാരക തന്നെ തിരുത്തേണ്ടതാണ്. ഉന്നയിച്ച ആരോപണങ്ങളെ കുറിച്ചല്ലേ ഷമീർ ആ രീതിയിലുള്ള ഒരു ആരോപണ സമയത്ത്? അല്ല, രാജേഷിന്റെ ഭാര്യ തിരികെ കയറ്റാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു. അത് അവരുടെ ആരോപണം. അങ്ങനെ ആ രീതിയിലുള്ള ആരോപണ സമയത്ത് ഉയർന്നു വന്നതല്ലേ ഷമീർ? ഇത് ഇവിടുത്തെ പ്രതിപക്ഷം എല്ലാവരും ഉന്നയിച്ച വിഷയമാണ്. ഇതിപ്പോ ഞാൻ പ്രത്യേകമായി ഉന്നയിക്കുന്നതല്ല, തെളിഞ്ഞതാണല്ലോ. ഞാനൊന്ന് പറഞ്ഞു തീരട്ടെ, എന്റെ സമയത്തിനടക്കം ഇടപെടാതെ. അപ്പൊ അവിടുന്ന് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയപ്പോ ഒരു അവധാനതയോടെ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ ഒരു CM എന്ന നിലയിൽ ഒരു രാജ്യത്തിന്റെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഒരു ഗുണ്ടായിസം എന്ന നിലയിലേക്ക് പോകാൻ പാടില്ല. അദ്ദേഹം ഇപ്പോഴും, ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും ഒരു CPMന്റെ ഒരു സംസ്ഥാന സെക്രട്ടറി എന്ന ലെവലിൽ നിന്ന് അദ്ദേഹം മുകളിലോട്ട് വന്നിട്ടില്ല. ഒരു ചീഫ് മിനിസ്റ്റർ എന്ന നിലയിൽ ഒരു പക്വത, അവധാനത കാണിക്കാതെ, ഒരു ഡിപ്ലോമസി കാണിക്കാതെ SFIക്കാരെ ഇറക്കി വിടുക, അദ്ദേഹത്തിനെ തടയുക, അദ്ദേഹത്തിനെ കാറടിക്കുക, പൊളിക്കുക. അദ്ദേഹം കേരളത്തിൽ ആരാണ്? അതൊരു ഭരണഘടന ഇതാരെങ്കിലും കൂടി അത് BJP ഉണ്ടാക്കിയതൊന്നല്ല, ഭരണഘടന തുടങ്ങിയ മുതലുള്ളതാണ്. അപ്പോ അങ്ങനെ ഒരു വ്യക്തിയെ റോട്ടിൽ തടയുക, കരിങ്കൊടി കാണിക്കുക. അപ്പൊ ഇദ്ദേഹത്തിന് കരിങ്കൊടി ഒന്നും ഇഷ്ടമല്ല. ആര് കറുപ്പ് ഷർട്ട് ഇട്ടാൽ അപ്പോഴേ പിടിച്ചുകൊണ്ടിടും, രാജ്യദ്രോഹം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഓക്കെ, ഫൈൻ, നോ പ്രോബ്ലം, ഞങ്ങൾക്ക് ഇഷ്ടമല്ല. പക്ഷെ ഒരു പ്രഥമമായ ഒരു വ്യക്തിയെ ഈ രീതിയിൽ ഗുണ്ടായിസം കാണിക്കുക, റോഡിൽ തടിയുക, ഇതൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹം പ്രതികരിക്കുമല്ലോ. അദ്ദേഹം എന്ന് പറഞ്ഞാൽ 400 സീറ്റ് നേടിയ രാജീവ് ഗാന്ധി മന്ത്രിസഭയിലെ ഒരു അംഗമായിരുന്നു അദ്ദേഹം. പ്രതികരിക്കുന്നത് നയപ്രഖ്യാപന പ്രസംഗം വെട്ടിച്ചുരുക്കി അല്ലെങ്കിൽ അതിന്റെ ഉള്ളടക്കം പരിപൂർണമായി നിരാകരിച്ചുകൊണ്ടാണോ എന്നുള്ളതാണ് വിഷയം. രാഷ്ട്രീയവും അങ്ങനെ ഒരു വ്യത്യാസം നയപ്രഖ്യാപന പ്രസംഗം ആദ്യ പേജ് മുതൽ അവസാന പേജ് വരെ വായിച്ചു കൊള്ളണം. എവിടെയും ഭരണഘടനയിലുള്ള അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി നിർവഹിച്ചിട്ടുണ്ട്. അതൊക്കെ CPMന്റെ മറ്റൊരു രീതിയിൽ കൊണ്ടുവരുന്നതാണ്. അവിടെ നിൽക്കട്ടെ, ഒരു കാര്യം പറയട്ടെ. വിദ്യാഭ്യാസ രംഗം ഇത്രയും കുത്തഴിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിക്കാൻ തുടങ്ങിയത്. ഇപ്പോഴും തന്നെ 9-10 യൂണിവേഴ്സിറ്റികൾ വൈസ് ചാൻസലറില്ല. ആരാണ് ഇതൊക്കെ ചെയ്യേണ്ടത്? 9 യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ വൈസ് ചാൻസലർ ഇല്ല. ഇവിടുത്തെ കേരളത്തിലെ കുട്ടികൾ ഓരോ വർഷവും വിദേശത്ത് പോകുന്ന കുട്ടികളുടെ കണക്ക് എല്ലാവരും ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ്. വൃദ്ധസദനങ്ങൾ മാത്രമേ ഉണ്ടാവൂ കേരളത്തിൽ. എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? നമ്മുടെ വിദ്യാഭ്യാസത്തിലെ സമ്പ്രദായത്തിലുണ്ടായ പരാജയം. അത് കഴിവുള്ളവരെ മാറ്റി കേരളത്തിലെ മാത്രം കണക്കല്ല, അത് ഇന്ത്യയിൽ മുഴുവൻ ആ രീതിയിലുള്ള കണക്കുകൾ വിവിധ സംസ്ഥാനങ്ങളിലുണ്ട്. അതുകൂടി കണക്കെടുത്ത് പോകണം. മേഡം, 37% സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുക കേരളത്തിൽ. എന്തുകൊണ്ടാണത്? അത് വിദേശത്ത് പോയ കുട്ടികൾ തിരിച്ചു വരുന്നില്ല. അവർ ചോദിക്കുന്നത് ഇവിടെ വന്നിട്ട് എന്ത് ജോലിയാണ് ചെയ്യേണ്ടത്? എവിടെയാണ് അവർക്കൊരു ഒരു പ്രതീക്ഷ നൽകുന്ന എവിടെയാണുള്ളത്? എവിടെയില്ല. അത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ പരാജയങ്ങളാണ്. രാഷ്ട്രീയ അതിപ്രസരം കുത്തിക്കയറ്റത് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്. അതൊക്കെ മനസ്സിലാക്കണം. ഓക്കെ, പ്രതികരിക്കാൻ പല രീതിയിലുള്ള വഴികളുണ്ട്. അല്ലെങ്കിൽ പ്രതിഷേധത്തെ ഗൗനിക്കാത്തവരാവണം, പ്രതിഷേധം
ത്തിനെതിരെ യാതൊരു രീതിയിലുള്ള നടപടികളും എടുക്കാത്തവരാകണം. അങ്ങനെ അല്ലാത്ത ഒരു സർക്കാരിന് എങ്ങനെയാണ് ഗവർണറെ വിമർശിക്കാൻ കഴിയുക, ഗവർണറുടെ നടപടികളെ വിമർശിക്കാൻ കഴിയുക എന്നൊരു ചോദ്യമുണ്ട്. ഒപ്പം നയപ്രഖ്യാപന പ്രസംഗവുമായി സംബന്ധിച്ചിട്ടും ഇതിലൊരു റിട്ടേൺ എഴുതി വെച്ചിട്ടില്ലല്ലോ, ഇത് മുഴുവൻ വായിക്കണമെന്ന് എന്ന് പറയുന്നതിലും ചില സാങ്കത്യങ്ങളുണ്ടല്ലോ. ഷമീർ ടി പി. അപർണ, ഭരണഘടന വിഭാവനം ചെയ്യുന്ന വലിയ പരമാധികാര സങ്കല്പത്തെയൊക്കെ കുറിച്ച് വലിയ തോതിൽ വലിയ വായയിലൊക്കെ സംസാരിക്കുന്ന BJP പ്രതിനിധി മഹാത്മാഗാന്ധിയുടെ ഘാതകരുടെ പിന്മുറക്കാരാണെന്നുള്ള സത്യം മറക്കരുത് എന്ന് ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നു. അതിനു മുമ്പ് തീർച്ചയായും മഹാത്മാഗാന്ധിയുടെ ഘാതകനായ നാഥുറാം വിനായക് ഗോഡ്സെയുടെ പിന്മുറക്കാരാണ്. തീർച്ചയായും. അതിനു മുമ്പ് എനിക്ക് കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞൊരു കാര്യത്തോട് ഉള്ളൊരു വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തട്ടെ. ഇടതുപക്ഷ സർക്കാർ പ്രതിഷേധങ്ങളും സമരങ്ങളും കേന്ദ്ര സർക്കാരിനെതിരെ സംഘടിപ്പിച്ചിട്ടില്ല എന്നുള്ളൊരു വിമർശനമാണ് കോൺഗ്രസ് പ്രതിനിധി ഉന്നയിച്ചത്. കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മുടെ 18 ലോകസഭാ MP-മാർ ഏതെങ്കിലും തരത്തിൽ കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ പൊതുവായൊരു താല്പര്യത്തിന് വേണ്ടി ശബ്ദമുയർത്തിയ ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ടോ? ഒരിക്കലുമില്ല. 18 പേരെ നമ്മൾ ഇവിടെ നിന്ന് ജയിപ്പിച്ചു വിട്ടു. വലതുപക്ഷത്തിന്റെ അതല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധികളായി പാർലമെന്റിൽ പോയി കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ പൊതു താല്പര്യങ്ങളെ കുറിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു വിമർശനം ഉന്നയിക്കാനോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോട് ഒരു ചോദ്യം ഉന്നയിക്കാനോ ഇവിടുത്തെ കോൺഗ്രസ് MP-മാർ തയ്യാറായിട്ടില്ല. എനിക്കറിയില്ല, ഒരുപക്ഷെ രാഷ്ട്രീയ അജ്ഞത കൊണ്ടായിരിക്കാം കഴിഞ്ഞ 7 വർഷമായി കേന്ദ്ര സർക്കാരിനോടുള്ള പല തെറ്റായ സമീപനങ്ങൾക്കെതിരെ, കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നിലപാടുകൾക്കെതിരെ കേരളത്തിലെ ഇടതുപക്ഷം സമരരംഗത്തുണ്ട്. കഴിഞ്ഞ ആഴ്ച തന്നെ കേരളത്തിലെ 20 ലക്ഷത്തോളം വരുന്ന ജനലക്ഷങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് DYFI മനുഷ്യ ചെങ്കല സംഘടിപ്പിച്ചത്. അത്തരം സമര പോരാട്ടങ്ങൾ കേരളത്തിലുണ്ട്. അതൊന്നും കാണാത്തത് കൊണ്ടായിരിക്കാം കോൺഗ്രസ് പ്രതിനിധി ഇത്തരം വില കുറഞ്ഞ വിമർശനങ്ങൾ ഉന്നയിച്ചത്. പിന്നെ BJP പ്രതിനിധി പറഞ്ഞതുപോലെ പിണറായി വിജയൻ ഇപ്പോഴും കേവലം ഒരു CPM പ്രവർത്തകരുടെ മാത്രം നിലവാരത്തിൽ പ്രവർത്തിക്കുന്നു എന്നൊക്കെയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. നമുക്കറിയാം, ഏതൊരു മനുഷ്യന്മാർ തമ്മിലും കണ്ടു കഴിഞ്ഞാൽ ഒരു ഹൃദ്യതയുണ്ടാവും. നമുക്ക് തമ്മിൽ രാഷ്ട്രീയപരമായ വിയോജിപ്പുകൾ ഉണ്ടാവും, ആശയപരമായ നിലപാടുകളിൽ വ്യത്യാസമുണ്ടാവും. എങ്കിൽ പോലും നമ്മൾ മനുഷ്യന്മാർ തമ്മിൽ പരസ്പരം കാണുമ്പോൾ സൂക്ഷിക്കുന്ന ഒരു ഊഷ്മളത, ഒരു ഹൃദ്യത കേരളത്തിന്റെ നിയമസഭാ അകത്തളത്തിലേക്ക് കയറി വന്ന ഗവർണർ മുഖ്യമന്ത്രിയോടും അവിടുത്തെ ജനപ്രതിനിധികളോടും കാണിച്ച സമീപനം വളരെ പരിഹാസ്യമാണ്, വളരെ കപടമാണ്. ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും അപമാനിക്കുന്ന തരത്തിലായിരുന്നു. തീർച്ചയായും അപർണ, അവിടെ ഇരിക്കുന്ന 140 MLA-മാർ നമ്മളെ പ്രതിനിധീകരിച്ചിരിക്കുന്നവരാണ്. അവർക്ക് മുമ്പിലാണ് ഗവർണർ കയറി വരുന്നു, വെറും ഒരു 6 മിനിറ്റിനുള്ളിൽ ഏതോ ഒരു കപട നാടകം പോലെ നയപ്രഖ്യാപനം വായിക്കുന്നു, ഇറങ്ങിപ്പോകുന്നു. കേരളത്തിൽ എനിക്കറിയില്ല മറ്റേതെങ്കിലും ഒരു നിയമസഭയിൽ ഇത്രയും തരം താഴ്ന്ന സമീപനം മറ്റേതെങ്കിലും ഒരു ഗവർണർ രാഷ്ട്രീയമായിട്ട് അതിനെ എങ്ങനെയാണ് നേരിടുക എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. ഞാൻ ഷമീറിലേക്ക് തന്നെ തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ചർച്ചയിലേക്ക് വീണ്ടും. ഷമീർ, തമിഴ്നാട്ടിൽ ഗവർണർ RN രവി കഴിഞ്ഞ തവണ നയപ്രഖ്യാപന പ്രസംഗം പൂർണ്ണമായി വായിച്ചില്ല. അതുകൊണ്ട് ഗവർണർക്കെതിരെ ഭരണപക്ഷം പ്രമേയം കൊണ്ടുവരിക, അങ്ങനെ ഒരു പ്രമേയം കൊണ്ടുവരണമെന്ന് കുറഞ്ഞ പക്ഷം ഇടതുപക്ഷ അനുകൂലികളെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? അങ്ങനെ ഒരു സാധ്യത പക്ഷം നിങ്ങൾ കാണുന്നുണ്ടോ? അത് ഒരു വശത്ത് അതിനുള്ളൊരു സാധ്യതയൊന്നുമില്ലല്ലോ, ഇത് വെറും ഗിമ്മിക്കാണല്ലോ, ഇത് വെറും അഡ്ജസ്റ്റ്മെന്റ് എന്ന രീതിയിൽ മാത്രം നടത്തുന്ന അനൈക്യമാണല്ലോ എന്ന് കോൺഗ്രസ് പറയുന്നതിലൊക്കെ ചിലപ്പോൾ കൂട്ടിവായിക്കലുകൾ നടത്തേണ്ടതായി വരും. അപർണ, ഗവർണർക്കെതിരെ CPM-ഓ അതല്ലെങ്കിൽ ഇടതുപക്ഷമോ ഒരു പ്രമേയമോ അതല്ലെങ്കിൽ ഒരു നിലപാടോ സ്വീകരിച്ചാൽ ഞങ്ങൾക്ക് വേറെ പണിയുണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളാണ് പ്രതിപക്ഷ നേതാവിനെ പോലുള്ള ആളുകൾ സ്വീകരിച്ചു വരുന്നത്. എനിക്കൊരിക്കലും തോന്നുന്നില്ല കേരളത്തിന്റെ പൊതുവായ താല്പര്യങ്ങൾക്കൊപ്പം നിലയുറപ്പിക്കാൻ കേരളത്തിലെ UDF സംവിധാനം തയ്യാറാവുമെന്ന് എനിക്ക് യാതൊരു ആത്മവിശ്വാസവുമില്ല. അവരുടെ ലക്ഷ്യം അധികാരത്തിലെത്തുക എന്നത് മാത്രമാണ്. അതല്ലാതെ ഇന്ത്യയിലെ പരമാധികാരത്തെ അതല്ലെങ്കിൽ റിപ്പബ്ലിക്കിനെ, ഭരണഘടനയെ ചോദ്യം ചെയ്യുന്ന വെല്ലുവിളികളോട് എങ്ങനെയാണ് സമരം ചെയ്യുക എന്നതോ അതിനെതിരെ എങ്ങനെയാണ് പ്രതിരോധിക്കുക എന്നതൊന്നും UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല. നമുക്കറിയാം, പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സമരം നടക്കുമ്പോൾ, സമരത്തിന് വേണ്ടിയുള്ള ആഹ്വാനം നടന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷത്തെ കൂടി സമരത്തിന് വിളിച്ചപ്പോൾ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഞങ്ങൾക്ക് വേറെ പണിയില്ല എന്നാണ്.
കേരളത്തിന്റെ പൊതുവായ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സമരം നടക്കുകയാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരടക്കം പങ്കെടുക്കുന്ന ഒരു സമരത്തോട് പ്രതിപക്ഷത്തിന്റെ തീരുമാനം എങ്ങനെയാണ്? നമുക്കറിയാം, ഇന്ത്യയിലെ റിപ്പബ്ലിക്കും ഭരണഘടനാ മൂല്യങ്ങളും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭരണഘടനയും റിപ്പബ്ലിക്കും വിഭാവനം ചെയ്യുന്ന ഒരു ഭരണസ്ഥാനമാണ് ഗവർണർ. ആ ഗവർണർക്ക് വേണ്ടുന്ന എല്ലാ ആദരവും ബഹുമാനവും അദ്ദേഹം വളരെ നിസ്സഹകരണപൂർണമായ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ മുഹമ്മദ് ജാബർ, ഈ സമരം പോലും കിമ്മിക്കാണെന്നാണ് നിങ്ങൾ പിന്നെയും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? തീർച്ചയായിട്ടും ഗവർണർക്കെതിരെ നിയമസഭയിൽ പ്രമേയം കൊണ്ടുവന്നത് ആരാണെന്ന് പ്രിയപ്പെട്ട ഇടതുപക്ഷ സഹയാത്രികൻ മറന്നുപോയി കാണുമെന്നാണ് എന്റെ വിശ്വാസം. കാരണം UDF ഗവർണർക്കെതിരെ പ്രമേയം കൊണ്ടുവന്നപ്പോൾ അതിനെ ചെറുത്ത് തോൽപ്പിച്ച് ഗവർണറെ ഒരു മണവാളിനെ പോലെ നിയമസഭയിലേക്ക് ആനയിച്ചവരാണ് ഇടതുപക്ഷ സഹയാത്രികരും ഇടതുപക്ഷ MLA-മാരും. അവരാണ് ചാനലിന്റെ മുന്നിൽ വന്നത് എന്തുകൊണ്ട് പറയുന്നത് ഈ കോൺഗ്രസുകാർക്ക് ഇക്കാര്യത്തിൽ ആത്മാർത്ഥതയില്ല. അതൊക്കെ വേറെ വിഷയമാണ്. കാരണം വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ മറവി എന്നുള്ളത് ഒരു വലിയ അപകടമാണ്. അതായത് ആ മറവി രോഗം വളരെ കൂടുതലുള്ളവരാണ് ഇടത് സഹയാത്രികർ. അതുകൊണ്ടാണ് ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അങ്ങ് മറന്നു പോകുന്നത്. കാരണം പൗരത്വ നിയമ ഭേദഗതിയുമായിട്ട് അനുബന്ധിച്ച് ആ കാര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല, വിഷയം വേറെ ആയതുകൊണ്ട് തന്നെ. പിന്നെ മറ്റൊരു കാര്യം, മുഖ്യമന്ത്രിയുടെ അതല്ലെങ്കിൽ ഗവർണറുടെ ഹൃദ്യതയെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ സ്നേഹത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. പൂച്ചട്ടി കൊണ്ട് തലക്കടിച്ച് പൂങ്കുല പോലെ തന്റെ മസ്തിഷ്കം തകർക്കുമെന്ന് പറഞ്ഞത് എന്താണ്? അതിന് ഒരു പുതിയൊരു പേര് പറഞ്ഞത് എന്താണ് പറഞ്ഞത്? രക്ഷാപ്രവർത്തനം നടത്തി എന്ന് പറഞ്ഞവരാണ് മനുഷ്യ സ്നേഹത്തെക്കുറിച്ച് അതല്ലെങ്കിൽ ഹൃദ്യതയെക്കുറിച്ച് ചിരിയെക്കുറിച്ചൊക്കെ പറയുന്നത്. ഇവർ രണ്ടുപേരും, അതായത് ഒന്ന് മതാന്ധത കൊണ്ട് ഫാസിസത്തെ പുൽകിയവരാണെങ്കിൽ മറ്റൊന്ന് രാഷ്ട്രീയ അന്ധത കൊണ്ട് അക്രമം പുൽകിയവരാ. ഇത് രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ. അവർ കേരളത്തിലെ ജനങ്ങളെ, ഇന്ത്യയിലെ ജനങ്ങളെ കൃത്യമായിട്ട് വെല്ലുവിളിക്കുക, കൃത്യമായിട്ട് അവരെ വിഡ്ഢികളാക്കിയാണ് ഈ ഒരു വിഷയത്തിലൂടെ ചെയ്യുന്നത്. അതല്ലാതെ ചെറിയ കൊച്ചു കുട്ടികളെ പോലെ അല്ല. ഒരു മിനിറ്റ്, ഇതുപോലുള്ള പക്വതയുള്ളവർ ചെയ്യേണ്ടതാണ്. ഒരു മുഖ്യമന്ത്രി, അതല്ലേ ഒരു ഗവർണർ, ഇവരൊക്കെ ചെയ്യേണ്ടതാണോ? മുഖം തിരിഞ്ഞ് നടക്കുക, ഒരു മിനിറ്റ് കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം അവസാനിപ്പിച്ച് പോവുക, മിണ്ടാതിരിക്കുക, പൂ കൊടുക്കുക, വാങ്ങിക്കാതിരിക്കുക, ഇതൊക്കെ കൊച്ചു കുട്ടികൾ. ഇതൊരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ രണ്ട് അധിപനാണ്. ഒരാൾ മുഖ്യമന്ത്രിയാണ്, വേറൊരാൾ ഗവർണറാ. അതിന്റേതായിട്ടുള്ള ഉത്തരവാദിത്വം, അതിന്റേതായിട്ടുള്ള ഡിഗ്നിറ്റി കീപ്പ് ചെയ്യാൻ ബാധ്യതപ്പെട്ട ഇവർ നമ്മളൊക്കെ കൊഞ്ഞനം കുത്തുകയല്ലേ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ മണികണ്ഠനൊക്കെ വ്യത്യസ്ത ആശയങ്ങളുമായിട്ട് ഒരു സാമാന്യ മര്യാദ നമ്മൾക്കിടയിൽ ജാഫർ പറഞ്ഞു CPM-ഉം BJP-യും ഒന്നിച്ചാണെന്ന്. ഇതിപ്പം ആരാണ് ഇത്? ഏത് ജനങ്ങൾ കേട്ടാൽ എന്താ ചിരിക്കാൻ എനിക്കറിയില്ല. കാരണം ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഒന്നിച്ചു നിൽക്കുകയാണ് BJP-ക്കെതിരെ. ആ നിങ്ങളാണ് പറയുന്നത്, ജാഫറ പറയുന്നത് ഞങ്ങളും CPM ഒന്നിച്ചാണെന്ന്. അപ്പൊ എനിക്കൊരു ചോദ്യമേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ 20 സീറ്റുണ്ട്, ലോക്സഭാ സീറ്റുണ്ട് കേരളത്തിൽ. നിങ്ങൾ ദയവ് ചെയ്ത് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കരുത്. കാരണം നിങ്ങളൊരു മുന്നണിയാണ്, നിങ്ങൾ ഒന്നിച്ചാണ്. അപ്പൊ നിങ്ങൾ 10 സീറ്റിൽ മത്സരിക്കണം. ജനങ്ങളോട് പറയണം ഈ 10 സീറ്റിൽ ആരെ വേണ്ടിക്ക് നിങ്ങൾ സെലക്ട് ചെയ്തു. കാരണം ഡൽഹി പോയിട്ട് നിങ്ങൾ ഒന്നിച്ചാ നിൽക്കാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ എന്തിനാ നമ്മൾ അവരുടെ കൂടെ കെട്ടാൻ പോകുന്നത്? കേരളത്തിൽ ആരാ ഇത് വിശ്വസിക്കുക? അപ്പൊ ഇതുപോലത്തെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കാതെ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാൻ പറഞ്ഞ, കഴിഞ്ഞ CPM-ന്റെ പ്രതിനിധി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേന്ദ്രം കൊടുക്കുന്നില്ല. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. 13-ാം ധനകാര്യ കമ്മീഷൻ അല്ലെങ്കിൽ 12-ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിന് എത്ര % ആയിരുന്നു കിട്ടിയിരുന്നത്? 14-ാം ധനകാര്യ കമ്മീഷൻ മോദി അധികാരത്തിൽ വന്നപ്പോഴാണ് അതിനു മുന്നേ ഇവര് രണ്ടുപേരും ഒന്നിച്ചു ഭരിക്കുമ്പോ 8ഓളം മന്ത്രിമാർ കേരളത്തിൽ ഉണ്ടാവുമ്പോ എത്ര % കിട്ടിയത്? അതിന് ഇവർ ആരെങ്കിലും പ്രതികരിച്ചോ? ഇപ്പൊ പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒറ്റ കാര്യം ഉറപ്പാണ്, കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ പോയി സമരം നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് മന്ത്രിമാരുടെ ഈ പ്രകടനം. അതേ സമയത്ത് തന്നെയാണ് ഗവർണർ മുഖ്യമന്ത്രിയും തമ്മിലുള്ള അനൈക്യം വളരെ പ്രകടമായി പുറത്തു വരികയും നയപ്രഖ്യാപന പ്രസംഗം ചുരുക്കപ്പെടുകയും ചെയ്യുന്നത്. അത്ര സുഖകരമായിട്ടുള്ള രാഷ്ട്രീയ സംഭവവികാസങ്ങളായിരിക്കില്ല ഇനിയുള്ള സമയങ്ങളിൽ നടക്കുക. കേന്ദ്ര സംസ്ഥാന സർക്കാർ ബന്ധങ്ങൾ ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് ഉറ്റുനോക്കേണ്ടിയിരിക്കുന്നു. സമയപരിമിതി കൊണ്ടാണ് വീണ്ടും അതിഥികളിലേക്ക് കടക്കാനും ചർച്ചയുടെ മറ്റു തലങ്ങളിലേക്ക് കടക്കാനും കഴിയാതിരുന്നത്. അതിൽ ഖേദിക്കുന്നു. വളരെയധികം നന്ദി ഈ ചർച്ചയ്ക്കൊപ്പം ചേർന്നതിന് ശ്രീ മുഹമ്മദ് ജാബിർ, ശ്രീ TP ഷമീർ, ഒപ്പം രമേശ് മാണിക്കോത്ത്. പൂർണ്ണമാകുന്നു ഗൾഫിൽ. നമസ്കാരം.